ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. ഒന്നുകിൽ അവിടെ പൈസ വരുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ അഥവാ ഇത്തിരി വന്നാൽ പോലും അവിടെ നിൽക്കുന്നില്ല. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ വാസ്തുവിലും ഫംഗ്ഷുവിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും വന്ന് ചേർന്നാക്കാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണോ എന്നുള്ളതാണ്. ഇതിന് 8 സൈഡ് ഉണ്ട്. തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. തെക്ക് കിഴക്ക് അഗ്നികോണ്, തെക്കു പടിഞ്ഞാറ് കന്നിമൂല, വടക്കു പടിഞ്ഞാറ് വായുകോണ്, വടക്ക് കിഴക്ക് ഈശാനകോണ്. വീടിനെ നമ്മൾ കറക്റ്റ് 9 തിരിച്ചു. 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും കിട്ടി. പൈസ വരാത്തതിന്റെയും നിലനിൽക്കാത്തതിന്റെയും കാരണങ്ങൾ വാസ്തു ഫംഗ്ഷു തേടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഒരു കോളം ഞാൻ മാറ്റം കളഞ്ഞു. ഇപ്പൊ ഈ വീട് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കന്നിയില്ലാത്ത വീടാണ്. കന്നിയില്ലാത്ത വീട് ഈ വാസ്തു പ്രശ്നം ഫേസ് ചെയ്യും. ഇത് വാസ്തുപരമായിട്ടുള്ള വലിയൊരു മിസ്റ്റേക്കാണ്. ഇനി ഫംഗ്ഷു പ്രകാരം ഒരു വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം ഇല്ല എങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. ഇനി ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്കോ ഒരു ടോയ്ലറ്റോ വന്നാലും ഇത്തരം പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഇത് വാസ്തുവാണ്, അല്ലെങ്കിൽ ഫംഗ്ഷു ആണ്. ഇനി ഇതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു ഫോർമുലയുണ്ട്. അതിനെ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയും. അപ്പൊ വീടിന്റെ ഓരോ ദിക്കുകളിലും ഓരോ എനർജി ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷുവിൽ പറയുന്നത്. അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗൃഹനാഥനും കിടക്കുന്ന റൂമിനകത്തോ അവരുടെ പ്രധാന വാതിലിലോ ഇത്തരത്തിലുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ അവരിത് ബാധിക്കും. ചില കിഴക്ക് ദർശനമുള്ള വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് പ്രധാന ഡോറ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 2-5 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം എൻട്രൻസ് ഉള്ള വീടുകളിൽ ഈ പറയുന്ന കണക്ക് 10 പൈസ കൈ കാണില്ല. വീട് വെച്ച് കയറിയ അന്ന് തൊട്ട് ദാരിദ്ര്യവും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമായിരിക്കും ഈ വീടിന്റെ ഫലം. ഇനി മറ്റൊരു അവസ്ഥ, ഇവർ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു 5-2 കോമ്പിനേഷൻ ആണെന്ന് കരുതുക. ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പൊ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉണ്ടോ ഇല്ലയോ. 2, നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്കോ ഒരു ടോയ്ലറ്റോ വന്നിട്ടുണ്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിശോധിക്കാം. അടുത്തത് ഇതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അത് ഒരു ഫംഗ്ഷു കൺസൾട്ടന്റിനെ കൊണ്ടാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ 2-5-5-2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ വിധിയാണെന്ന് ഓർത്ത് നിങ്ങൾ പരിതപിച്ച് ദുഃഖിച്ച് മുന്നോട്ട് പോകണ്ട. നിങ്ങൾക്ക് അതിനെ മാറ്റാനും ജീവിതത്തിൽ നിങ്ങൾക്കും വിജയിച്ചു വരാനായിട്ട് സാധിക്കും. അത് ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫംഗ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഫംഗ്ഷുയുടെ ചില ക്രിസ്റ്റൽസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള ഉപയോഗങ്ങളാണ്. ചില ക്രിസ്റ്റൽസിനെ പറ്റി പറയാം. ഇത് റോസ് ക്വാർട്സ് ആണ്. ഇത് ലവ് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കപ്പിൾസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് വിവാഹം നടക്കാനുള്ള ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ധരിക്കാം. ആൺകുട്ടിക്കാണെങ്കിൽ വലത് കൈയിലും പെൺകുട്ടിക്കാണെങ്കിൽ ഇടത് കൈയിലും ധരിക്കാം. ഇത് അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇതൊരു സ്പിരിച്വൽ എനർജി ആണ്. ഇത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. സ്ത്രീക്ക് ലെഫ്റ്റ് ഹാൻഡ്, പുരുഷന് റൈറ്റ് ഹാൻഡ്. ഇത് ലാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് നെഗറ്റീവ് എനർജികളിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം. ഇത് ടൈഗർ ഐ ആണ്. ടൈഗർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടും നമുക്ക് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ടൈഗർ ഐ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഗോമതി ചക്രം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇത് നർമ്മദാ നദിയിൽ നിന്ന് കിട്ടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് നമുക്ക് ലക്ഷ്മി കടാക്ഷമുള്ള ഇതാണ്. ഇത് നമുക്ക് ഒരു 11 നമ്മുടെ പേഴ്സിനകത്ത് സൂക്ഷിക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ബോക്സ് സൂക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുമ്പോൾ ഒത്തിരി പ്രോസ്പെരിറ്റി ആയിട്ടുള്ള അനുഭവങ്ങളും സാമ്പത്തിക നേട്ടവും നമ്മളിലേക്ക് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കോയിൻസ് ആണ് കുബേര കോയിൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ക്യാഷ് ബോക്സിനകത്തോ പേഴ്സിനകത്തോ സൂക്ഷിക്കാം. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.